പാകിസ്ഥാൻ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യും, ഇന്ത്യയുടെ കൈ വെട്ടും എന്നാണ് ഈയിടയ്ക്ക് അവരുടെ ഒരു ഡെപ്യൂട്ടി മിനിസ്റ്റർ പറഞ്ഞു. ടെററിസം ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗദർ, അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗദർ. ഇനി പാകിസ്ഥാന്റെ ഡിഫൻസ് സർക്കിളിലുള്ള ആൾക്കാർ പറയുന്നത് ഇന്ത്യ ആദ്യം കയറി അടിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ആദ്യം കയറി ഇന്ത്യ അടിക്കാം. ഇറ്റ് ഈസ് എ റീഇൻഫോഴ്സ്ഡ് വാർഫെയർ വിച്ച് ഇസ് ഹാപ്പനിങ്. കാരണം പാകിസ്ഥാന്റെ പുറയിൽ അദൃശ്യനായി അല്ലെങ്കിൽ പലപ്പോഴും പ്രത്യക്ഷരായിട്ട് തന്നെ ചൈനയും ടർക്കിയും നിൽക്കുന്നുണ്ട്. ഈ ഇന്റലിജൻസ് സപ്പോർട്ടും ചൈന കൊടുക്കുന്ന പോലെ AI സപ്പോർട്ടും സൈബർ കേപ്പബിലിറ്റി സപ്പോർട്ടും ആയുധ സപ്പോർട്ടും ഒന്നും ഇന്ത്യക്ക് തരാൻ ആരുമില്ല. സോ നമുക്കുള്ള വഴി എന്താ? മാക്സിമം ഇൻഡിജീനിയസ് കപ്പാസിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, സ്ട്രോങ് ആകുക. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാകിസ്ഥാൻ കുറച്ച് നാളുകളായിട്ട് വളരെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇന്ത്യക്കെതിരെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇൻഡസ് വാട്ടർ ട്രീറ്റി റിലേറ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? പഹൽഗാമിന് ശേഷം ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വി ഹാവ് പുട്ട് ദ ട്രീറ്റി ഓൺ അബെയൻസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇൻഡസിൽ നിന്നുള്ള വെള്ളം മാക്സിമം നമ്മൾ തന്നെ യൂസ് ചെയ്യാൻ പോകുന്നു. പണ്ട് വെസ്റ്റേൺ പാർട്ട്, ഈസ്റ്റേൺ പാർട്ട് എന്നുള്ളൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു. വെസ്റ്റേൺ റിവേഴ്സിൽ വരുന്ന വെള്ളം, അതായത് ഇൻഡസ്, ചേന, ജേലം, ഇതിലെ വെള്ളം കൂടുതൽ പാകിസ്ഥാനാണ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നത്, ഏകദേശം 80%. രവി ബി സത്ലജിലെ വെള്ളം നമ്മളും യൂട്ടിലൈസ് ചെയ്യുന്നു. പക്ഷെ ഇനി അത് വേണ്ട. ടെററിസം പ്രൊമോട്ട് ചെയ്യുന്ന പാകിസ്ഥാന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് നമ്മൾ തീരുമാനിച്ചു. കാരണം നേരത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ പറഞ്ഞ പോലെ ടെററിസം ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗദർ, അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗദർ. നമ്മൾ ആ ഡിസിഷൻ എടുത്തു, നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. പാകിസ്ഥാൻ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യും, ഇന്ത്യയുടെ കൈ വെട്ടും എന്നാണ് ഈയിടയ്ക്ക് അവരുടെ ഒരു ഡെപ്യൂട്ടി മിനിസ്റ്റർ പറഞ്ഞു. ഇതിനു മുമ്പ് ഖ്വാജ ആസിഫ്, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ, അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യക്കെതിരെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് കയറി ഒരു അറ്റാക്ക് നടത്തും. ബിലാൽ ഭുട്ടോ, ഇവരുടെ മെയിൻ ഒരു ഒപ്പോസിഷൻ ലീഡറാണ്, അദ്ദേഹവും പറയുന്നുണ്ട് എന്ത്? വി ആർ ഗോയിങ് ടു അറ്റാക്ക് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ നമുക്ക് പ്രോപ്പറായിട്ടൊരു തയ്യാറെടുപ്പ് വേണം. കാരണം ഇതിനകത്ത് വേറൊരു ഫാക്ടറുണ്ട്. നമ്മൾ യൂറോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ഹീറ്റ് വേവുകൾ അവിടെ അടിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്കറിയാം, ടയർ ഉരുകിപ്പോകുന്നു, റോഡ് ഉരുകിപ്പോകുന്നു, ഈ ഇടയ്ക്ക് ട്രാഫിക് ലൈറ്റ് വരെ ഉരുകിപ്പോകുന്നു വരും. അപ്പോൾ ഇത് എൽനിനോ എഫക്ട്സ് ആണ്. ചില സ്ഥലത്ത് എൽനിനോ എഫക്റ്റുകളും വരാം. യൂറോപ്പിൽ ഹീറ്റ് വേവ് ആണ്, ഏഷ്യയിൽ എൽനിനോ എഫക്റ്റ് വരുന്നുണ്ട്. പാകിസ്ഥാനിലും വലിയ വരൾച്ച വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡസിലെ വെള്ളവും കൂടെ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവിടെ പലരും വെള്ളമില്ലാതെ ചത്തുപോകുന്ന അവസ്ഥ വരും. സോ ദീസ് പീപ്പിൾ ആർ വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ അവരുടെ നാഷണൽ സെക്യൂരിറ്റി മീറ്റിങ്ങിലൊക്കെ അവർ പറയുന്നത് ഇത് ഇന്ത്യയുടെ ഒരു ആക്ട് ഓഫ് വാർ ആയിട്ട് അവർ കണക്കാക്കും, ഇന്ത്യക്കെതിരെ അവർ യുദ്ധം പ്രഖ്യാപിക്കും, ഇങ്ങനെയൊക്കെ ഡയലോഗ് അവർ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ എപ്പോഴും ഒരു ഫോൾസ് ത്രെട്ടായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ ഒരു 3 വർഷത്തെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ അതിന് മുമ്പത്തുള്ള കഴിഞ്ഞൊരു 10 വർഷത്തെ ട്രെൻഡ് നമ്മൾ നോക്കിയാൽ എപ്പോഴും പാകിസ്ഥാനെ ആദ്യമായിട്ട് കയറി അടിക്കുന്നത്, മിലിറ്ററിലി അടിക്കുന്നത് നമ്മളാണ്. അത് സർജിക്കൽ സ്ട്രൈക്ക് ആയിക്കോട്ടെ, ബലാക്കോട്ട് എയർ സ്ട്രൈക്ക് ആയിക്കോട്ടെ, അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ ആയിക്കോട്ടെ. പാകിസ്ഥാൻ ഇന്ത്യക്കകത്ത് എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്തും, നമ്മൾ നേരിട്ട് അവരെ അകത്ത് കയറി അടിക്കും. ഇനി പാകിസ്ഥാന്റെ ഡിഫൻസ് സർക്കിളിലുള്ള ആൾക്കാർ പറയുന്നത് ഇന്ത്യ ആദ്യം കയറി അടിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ആദ്യം കയറി ഇന്ത്യ അടിക്കാം. അവരുടെ ഉദ്ദേശം എന്താ? ആദ്യം ഇന്ത്യ കയറി അടിക്കുക, വലിയ നാശനഷ്ടം ഉണ്ടാക്കുക. അപ്പോൾ ഇന്ത്യക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം കുറവായിരിക്കും. അപ്പോൾ ഇന്ത്യ റെസ്പോൺസിന് റെഡി ആകുമ്പോഴത്തേക്ക് ബാഹ്യ ശക്തികൾ, അമേരിക്ക പോലുള്ള ശക്തികളൊക്കെ വന്നിട്ട് ഇത് സോൾവ് ആക്കും. ഇതാണ് ഇവരുടെ ഐഡിയ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഒരു വാറ് തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഇങ്ങനൊരു യുദ്ധം നടന്നാൽ എന്തായിരിക്കും അതിൻ്റെ പോസിബിലിറ്റീസ്, ഈ കാര്യമാണ് നമ്മൾ ഇന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിയാൽ കൺവെൻഷണൽ ടേംസിൽ നമ്മൾ നോക്കിയാൽ വെപ്പൺസിൻ്റെ എണ്ണവും നമ്പേഴ്സ്, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ എണ്ണമൊക്കെ നോക്കിയാൽ നമ്മൾ പാകിസ്ഥാനെ കാട്ടി വളരെ സുപ്പീരിയർ ആണ്. പക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യം, യുദ്ധത്തിലെ ജയവും പരാജയവും എപ്പോഴും എണ്ണത്തിലല്ല, ഇറ്റ് ഈസ് അബൌട്ട് ദ ക്വാളിറ്റി. നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യുന്നു അതാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പം നമുക്ക് കൺവെൻഷണൽ സുപ്പീരിയോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ മാത്രം വിശ്വസിച്ച് നമ്മൾ ഒരിക്കലും മുമ്പോട്ട് പോകരുത്. കാരണം നിങ്ങൾക്കറിയാം, അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ അമേരിക്കയുടെ മിലിറ്ററി ഇറാനെ കാട്ടി ഇരട്ടി കൺവെൻഷണലി സുപ്പീരിയർ ആണ്. ഇറാന് പ്രോപ്പറായിട്ടുള്ള ഒരു നേവിയോ പ്രോപ്പറായിട്ടുള്ള ഒരു എയർഫോഴ്സോ ഒന്നുമില്ല. പഴയ F4 വിമാനങ്ങളാണ് ഇറാൻ പറത്തിക്കൊണ്ടിരുന്നത്. എന്നാലും ഡ്രോണുകൾ കൊണ്ട് ഇറാൻ അമേരിക്കയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. സെയിം തിങ് ക്യാൻ ഹാപ്പൻ ഹിയർ ഓൾസോ. അപ്പോൾ നമ്മൾ യുദ്ധം നോക്കുകയാണെങ്കിൽ ലാൻഡ് വാറിൻ്റെ പോസിബിലിറ്റി ഇറ്റ് ഈസ് എ സെക്കൻഡറി വൺ. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിലേക്ക് ട്രൂപ്സിനെ അയക്കുന്നു, പാകിസ്ഥാൻ നമ്മുടെ അവിടേക്ക് ട്രൂപ്സിനെ അയക്കുന്നു. ഇതിനെക്കാട്ടി
പോസിബിലിറ്റി ഒരു എയർ ബാറ്റിൽ നടക്കാനാണ്. യുദ്ധം എവിടെ നടക്കാൻ പോകുന്നത്? യുദ്ധം നടക്കാൻ പോകുന്നത് ആകാശത്തിലാണ്. അപ്പോൾ എയർ കേപ്പബിലിറ്റീസ് ആണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. അപ്പോൾ എണ്ണം വെച്ച് നോക്കിയാൽ ഇവിടെയും നമുക്ക് പാകിസ്ഥാനെക്കാട്ടി സുപ്പീരിയറിറ്റി ഉണ്ട്. നമ്മുടെ കയ്യിൽ 4.5th ജനറേഷനായ റഫേൽ ഉണ്ട്, സുഖോയ് 30 എയർക്രാഫ്റ്റ് ഉണ്ട്. ഈ രണ്ട് നമ്മുടെ 4.5 എയർക്രാഫ്റ്റ് ആണ്. ഇനി പാകിസ്ഥാന്റെ എയർക്രാഫ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 4.5th ജനറേഷനായ J-10C അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന JF-17 തണ്ടർ ബ്ലോക്ക് 3 ഇതും ഒരു 4.5th ജനറേഷൻ എയർക്രാഫ്റ്റ്. അപ്പം നമുക്കും 4.5 എയർക്രാഫ്റ്റ് ഉണ്ട്, അവർക്കും 4.5 എയർക്രാഫ്റ്റ് ഉണ്ട്. നമ്മുടെ എയർക്രാഫ്റ്റ് ഫ്രം റഷ്യ ആൻഡ് ഫ്രാൻസ്, അവരത് ഫ്രം ചൈന. അതുപോലെ തന്നെ അവർക്ക് F-16 ഉണ്ട്. F-16 അമേരിക്ക കൊടുത്തതാണ്. ശരിക്കും ടെററിസ്റ്റിനെതിരെ ഫൈറ്റ് ചെയ്യാൻ കൊടുത്ത എയർക്രാഫ്റ്റ് ആണ്, പക്ഷെ ഉറപ്പായിട്ടും യുദ്ധത്തിൽ അവർ ഇന്ത്യക്കെതിരെ അത് ഉപയോഗിക്കും. അപ്പോൾ 4.5 ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്ക് രണ്ടുപേർക്കും ആ എയർക്രാഫ്റ്റുകളുണ്ട്. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഇല്ല. ഇവിടെ നമുക്കൊരു അപകടമുണ്ട്. കാരണം ചൈനയുടെ കയ്യിൽ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ട്. ഇതിന്റെ പേരാണ് JF-35 അല്ലെങ്കിൽ J-35. ഈ J-35 ചൈന പാകിസ്ഥാന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ യുദ്ധം കുറച്ച് നാൾ കഴിഞ്ഞാണ് നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ 5th ജനറേഷൻ ഉണ്ട്, നമ്മുടെ കയ്യിലില്ല. നമ്മളൊരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. AMCA. ഈ AMCA ആദ്യം HAL-നെയാണ് ഏൽപ്പിച്ചിരുന്നത്, പക്ഷേ അതിൻ്റെ ഡെവലപ്മെന്റ് ഒക്കെ വളരെ സ്ലോ ആണ്. അപ്പം ആ കേസിൽ അവരുടെ കയ്യിൽ J-35 ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു 5th ജനറേഷൻ ഇല്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഓപ്ഷൻ എന്താ? നമ്മൾ ഇൻഡിജിനിയസ്ലി ഉണ്ടാക്കാൻ ഒത്തിരി സമയം എടുക്കും, നമുക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അമേരിക്കയുടെ F-35 മേടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയുടെ F-35 നമ്മൾ മേടിച്ചാൽ അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. പിന്നെ ഇറാൻ യുദ്ധത്തിന് ശേഷം ഇതിൻ്റെ യൂട്ടിലിറ്റിയുടെ മേളിലും ചോദ്യം വരുന്നുണ്ട്, ഇതിൻ്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുടെ മേളിലും ചോദ്യം വരുന്നുണ്ട്. പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്താ? റഷ്യയുടെ Su-57 മേടിക്കുക. അതാണ് വേറൊരു പോസിബിലിറ്റി. പക്ഷെ നമ്മൾ Su-57 മേടിച്ചാൽ അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും നോക്കരുത്. X or Y നമ്മൾ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് പ്രൊക്യൂർ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ പാകിസ്ഥാൻ വിൽ ഹാവ് ആൻ അഡ്വാൻറ്റേജ്. ഇനി വേറൊരു മിസ്കൺസെപ്ഷൻ എന്നാൽ എയർ ബാറ്റിലുകളിൽ എപ്പോഴും എല്ലാവരും കാണുന്നത് എന്താ? എയർക്രാഫ്റ്റ് വെച്ച് തമ്മിൽ യുദ്ധം ചെയ്യുക. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡ്രോണുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോണുകളുടെ പ്രത്യേകത എന്താ? ഇപ്പോൾ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചിലവാകും ചിലപ്പോൾ. ഓക്കെ, ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. അതേസമയം ഡ്രോണുകളുടെ ചെലവ് നിസാരമാണ്. ഡ്രോണുകളെ നമുക്ക് മാസീവായിട്ട് മാനുഫാക്ചർ ചെയ്യാം, സ്വോൺ ഡ്രോണുകൾ അയക്കാം. ഒറ്റയടിക്ക് ഒത്തിരി ഡ്രോണുകൾ വന്നാൽ എനിമിയുടെ ഡിഫൻസ് സിസ്റ്റങ്ങൾ സ്റ്റക്കാവും, കാരണം അത്രത്തോളം ഡ്രോണുകളെ ഒരുമിച്ച് പ്രതിരോധിക്കും. അപ്പോൾ ഡ്രോൺ ഒരു മോഡേൺ വേ ഓഫ് അസിമെട്രിക്കൽ വാർഫെയർ ആണ്. അപ്പോൾ ഡ്രോൺ ബാറ്റിൽ നടന്നാൽ എങ്ങനെ? നമുക്ക് നമ്മുടേതായ ഡ്രോണുകളുണ്ട്. നഗാസ്ത്ര എന്ന് പറയുന്ന ഡ്രോണുണ്ട്, നമുക്ക് റുസ്തം എന്ന് പറഞ്ഞ ഇൻഡിജീനിയസ് ആയ DRDO ഡ്രോൺ ഉണ്ട്. പാകിസ്ഥാനും അവരുടേതായ ഡ്രോണുകളുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പാകിസ്ഥാനുമായിട്ട് മാത്രമല്ല യുദ്ധം ചെയ്യുന്നത്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ചൈനയുടെ കൂടാണ്, നമ്മൾ യുദ്ധം ചെയ്യുന്നത് ടർക്കിയുടെ കൂടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും യുദ്ധത്തെ പറയുന്നത് ഇറ്റ് ഈസ് എ റീഇൻഫോഴ്സ്ഡ് വാർഫെയർ വിച്ച് ഇസ് ഹാപ്പനിങ് എഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാന്റെ പുറയിൽ അദൃശ്യരായി അല്ലെങ്കിൽ പലപ്പോഴും പ്രത്യക്ഷരായിട്ട് തന്നെ ചൈനയും ടർക്കിയും നിൽക്കുന്നുണ്ട്. കാരണം ടർക്കി ഡ്രോൺ മാനുഫാക്ചറിങ്ങിൽ ഒരു മിടുക്കനാണ്. അപ്പോൾ അവരുടെ ഇങ്ക ഡ്രോൺസ്, അങ്ക ഡ്രോൺസ് ആണെങ്കിലും അവരുടെ ബെരക്തിയ ഡ്രോൺസ് ആണെങ്കിലും ഇത് ആര് പ്രൊവൈഡ് ചെയ്യും? ടർക്കി പാകിസ്ഥാന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഡ്രോൺ നമുക്കൊരു തലവേദനയാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചൈനയ്ക്കും പെട്ടെന്ന് ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ട്. അപ്പോൾ ചൈനയും ടർക്കിയും വളരെ നമ്പർ ഓഫ് ഡ്രോൺസ് പാകിസ്ഥാന് കൊടുക്കും. ഈ ഡ്രോൺ പാകിസ്ഥാൻ ഉറപ്പായിട്ടും നമ്മുടെ എതിരെ പ്രയോഗിക്കും. അപ്പം നമുക്ക് എന്ത് വേണം? ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ദാറ്റ് ഇസ് എ നെസസിറ്റി. പിന്നെ നമുക്ക് അവരെ അടിക്കാനും ഒത്തിരി അധികം ഡ്രോണുകൾ ആവശ്യമുണ്ട്. ലോ കോസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഡ്രോൺസ് അത് ഇഷ്ടം പോലെ നമ്മുടെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിനെ ഉൾപ്പെടുത്തിയായാലും നമ്മൾ മാസീവ് നമ്പർ ഓഫ് ഡ്രോൺസ് നമ്മൾ കരുതി വെക്കണം. പിന്നെ ഡ്രോൺസിന്റെ കാര്യത്തിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ കഴിഞ്ഞ യുദ്ധത്തിലും ഹെറോബ് ഡ്രോൺസും ഹാർപ്പി ഡ്രോൺസും നമുക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ ലോയിറ്ററിംഗ് മ്യൂണിഷൻസ്. അപ്പം നമുക്ക് എന്ത് വേണം? ഇത് വളരെയധികം നമുക്ക് ആവശ്യമാണ്. ഡ്രോൺ പ്രൊഡക്ഷൻ നമ്മൾ വളരെ വലിയ രീതിയിൽ കൂട്ടേണ്ടത് ഒരു ആവശ്യമാണ്. ഇനി ഡ്രോൺ പറഞ്ഞു വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്? നമ്മുടെ ഡിഫൻസ് സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ഏതാണ്? നമ്മുടെ പ്രീമിയർ ഡിഫൻസ് സിസ്റ്റം റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിച്ച S-400 ബാറ്ററീസ് ആണ്. ഈ S-400 എൻ്റെ ഒരു ഐഡിയയിൽ വി ഷുഡ് പർച്ചേസ് മോർ. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത ചില കാര്യങ്ങളുണ്ട്, വി ഷുഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റർ.
കാരണം പാകിസ്ഥാന്റെ കയ്യിൽ ഉള്ള ഡിഫൻസ് സിസ്റ്റം അവരുടെ HQ-9 ആണ്. ചൈന കൊടുക്കുന്ന ഡിഫൻസ് സിസ്റ്റമാണ്. ഇത് വളരെ വലിയ യൂട്ടിലിറ്റി ഉള്ള ഒന്നല്ല. ഇതിനെ സുഖമായിട്ട് നമ്മുടെ ബ്രഹ്മോസും മിസൈലുകളും പൊട്ടിച്ച് തരിപ്പണമാക്കി. അപ്പോൾ പാകിസ്ഥാനുള്ള ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് അവരുടെ ഡിഫൻസ് സിസ്റ്റം വളരെ ബോറാണ്. നമ്മുടെ ഡിഫൻസ് സിസ്റ്റം അവരെക്കാട്ടി സ്ട്രോങ് ആണ്. നമുക്ക് ഓൾറെഡി പുതിയ BD ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുഷ എന്ന് പറയുന്ന മൾട്ടി ലെയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ഗോൾഡൻ ഡോം നമുക്കുണ്ടാവും. ദാറ്റ് ആസ്പെക്ട് ഐ തിങ്ക് നമ്മൾ ബെറ്റർ ആണ്. ഇനി ചൈന അവരുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള HQ-16 അതിന് മേലുള്ള HQ-20s വരുന്ന ഡിഫൻസ് സിസ്റ്റമോ പാകിസ്ഥാന് കൊടുക്കാം. എന്നാൽ പോലും അതിനകത്ത് നമുക്കൊരു എഡ്ജ് ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റോട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. യുദ്ധം ആകാശത്തിലാണെങ്കിലും അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ടാർഗറ്റിംഗ് ആണ്. നമ്മുടെ എനിമി എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എനിമി ലൊക്കേഷന്റെ കറക്റ്റ് ടാർഗറ്റ് കിട്ടുക. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഇന്റലിജൻസ്. ഈ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ പാകിസ്ഥാന് ചെറിയ രീതിയിൽ എഡ്ജ് ചില സാധ്യത്തിൽ വരാൻ സാധ്യതയുണ്ട്. കാര്യം ഞാൻ പറഞ്ഞുതരാം. ചൈനയുടെ ബീഡു സാറ്റലൈറ്റ് സിസ്റ്റം ഇത് മൊത്തത്തിൽ പാകിസ്ഥാന് യൂസിന് കൊടുക്കും. നമ്മുടെ ലൊക്കേഷൻസ് എല്ലാം ചൈന പാകിസ്ഥാന് തുറന്നു കൊടുക്കും. നമുക്കുണ്ട് നാവിക് സിസ്റ്റം. പക്ഷെ നമ്മുടെ നാവിക് സിസ്റ്റത്തിന്റെ റേഞ്ച് ഏകദേശം 1500 കിലോമീറ്റർ. അപ്പോൾ ഒരുമാതിരി പാകിസ്ഥാനെയൊക്കെ നമുക്ക് മാപ്പ് ചെയ്യാം. ബട്ട് ആ കേസിൽ ചൈനയ്ക്ക് ഇപ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള സാറ്റലൈറ്റ് സിസ്റ്റം, എർത്ത് ഒബ്സർവേഷൻ സിസ്റ്റം, സ്പൈ സാറ്റലൈറ്റ്സ് ഇതെല്ലാം നമ്മൾ കൂട്ടണം. കാരണം പാകിസ്ഥാൻ ഓൾറെഡി ഈ ഇടയ്ക്ക് ഈ ഒരു വർഷത്തിൽ തന്നെ 6 തൊട്ട് 12 വരെ സ്പൈ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഹൈപ്പർ സ്പെക്ട്രൽ സാറ്റലൈറ്റ്സ് വരെ ഉണ്ട്. ചൈനയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ലോഞ്ച് മോർ ആൻഡ് മോർ സാറ്റലൈറ്റ്സ്. നമ്മുടെ ആ ഒരു GPS പോലുള്ള സിസ്റ്റം നമുക്കും ഡെവലപ്പ് ചെയ്യണം ഫുൾ സ്കെയിൽ. ചൈനയ്ക്ക് ബീഡ് ഉള്ളതുപോലെ, റഷ്യക്ക് ഗ്ലോണാസ് ഉള്ളതുപോലെ, US-ന് GPS ഉള്ളതുപോലെ നമുക്കും സിസ്റ്റം വേണം. കാരണം കാർഗിൽ വാറിൽ പാകിസ്ഥാനെതിരെ GPS-ന്റെ സർവീസ് നമ്മൾ ചോദിച്ചപ്പോൾ ഈ അമേരിക്ക നമുക്ക് ആ സർവീസ് തന്നില്ല. അതൊരു ലെസണാണ്. അപ്പോൾ ടാർഗറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മുടേതായ ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സും പ്രിസിഷൻ സാറ്റലൈറ്റ്സും ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ കേപ്പബിലിറ്റിയും റേഞ്ചും കൂടുതൽ വേണം. വി നീഡ് ടു ഡെവലപ്പ് ഇറ്റ് മോർ. അപ്പോൾ അതൊരു ആംഗിൾ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു എയർ വാർ നടക്കുമ്പോൾ, ഒരു ജെറ്റുകൾ തമ്മിൽ ബാറ്റിൽ ചെയ്യുമ്പോൾ, ഇറ്റ് ഇസ് നോട്ട് ഓൺലി അബൌട്ട് ദ ഹാർഡ്വെയർ, ഇറ്റ് ഇസ് ഓൾസോ അബൌട്ട് സൈബർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റീസ്. സൈബർ വാർഫെയർ കേപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പം നമ്മൾ റഫേൽ നോക്കിയാൽ അതിൻ്റെ സൈബർ കേപ്പബിലിറ്റിയാണ് സ്പെക്ട്ര സ്യൂട്ട്. പാകിസ്ഥാൻ ഈ സൈബർ വാർഫെയർ കേപ്പബിലിറ്റി എല്ലാം കൊടുക്കുന്നത് ചൈനയാണ്. നമ്മുടെ റഫേലിന് തകരാറ് വന്നിട്ടില്ലെന്നാണ് നമ്മുടെ ആർമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആർമി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് പറഞ്ഞിട്ടുണ്ട്, ചില പ്രശ്നങ്ങളൊക്കെ നമുക്കും വന്നിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് നമുക്ക് പ്രശ്നം വന്നിരിക്കുന്ന ഏരിയ പാകിസ്ഥാൻ്റെ സൈബർ ഡിഫൻസ്, ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റിയാണ്. അതായത് നമ്മുടെ ജെറ്റ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ജെറ്റിൻ്റെ റഡാറുകൾ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മിസൈൽ ടാർഗറ്റിംഗ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിമി റഡാറുകൾ, എനിമി ടാർഗറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ദീസ് പീപ്പിൾ ആർ യൂസിങ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആൻഡ് ഡിസ്ട്രപ്റ്റിംഗ് അവർ ഗാഡ്ജറ്റ്സ്. ഇതിനെയാണ് ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറഞ്ഞത്. ഇതിനെ ചൈന വളരെയധികം പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. ചൈനയും പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെ ഉണ്ട്, സെൻടൈക്, CENTAIC. ഇത് പാകിസ്ഥാന്റെ ടെക്നോളജിയും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനും സൈബർ കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യാനും നിർമ്മിച്ച ഒരു ഓർഗനൈസേഷനാണ്. നമ്മളും നമ്മുടെ ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റീസ്, അതുപോലെ ഇലക്ട്രോണിക് സ്പെക്ട്രം കേപ്പബിലിറ്റീസ് നമ്മളും കൂട്ടണം, എന്നാലേ കാര്യമുള്ളൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പണ്ട് യുദ്ധം നടക്കുമ്പോഴും പലപ്പോഴും എയർക്രാഫ്റ്റുകൾ മുമ്പിൽ വരുന്നു, തമ്മിലടിക്കുന്നു. ഇങ്ങനെയാണ് ഡോഗ് ഫൈറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. പക്ഷെ ഡോഗ് ഫൈറ്റ് അല്ല ഇപ്പം നടക്കുന്നത്. ഇപ്പം ആരാദ്യം എനിമി എയർക്രാഫ്റ്റ് ലോക്ക് ചെയ്ത് ഫയർ ചെയ്യുന്നു അവർ ജയിക്കും. അങ്ങനെ ഒരു ആസ്പെക്ട്. അപ്പൊ ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ജെറ്റ് ഫയർ ചെയ്യും, പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് അവരുടെ ജെറ്റ് ഫയർ ചെയ്യും. ആദ്യം ടാർഗറ്റ് ആര് ലോക്ക് ചെയ്യുന്നു, കിൽ ചെയിൻ ആര് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നു, അവർ ജയിക്കും. ഓക്കെ, സോ ദിസ് ഇസ് എൻ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. ഒരു എയർ ബാറ്റിലിൽ ഹാർഡ്വെയറിന്റെ എലിമെന്റ് ഉണ്ട്, സൈബർ എലിമെന്റ്സ് ഉണ്ട്, ഇലക്ട്രോണിക് വാർഫെയർ എലിമെന്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഇന്റലിജൻസിന്റെ ആസ്പെക്ട് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫുൾ പ്രൂഫ് സിസ്റ്റം ആവുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു എയർ ബാറ്റിലിനകത്ത് ഹാർഡ്വെയറിന്റെ റോളുണ്ട്, സൈബർ വാർഫെയർ കേപ്പബിലിറ്റികളുണ്ട്, അതുപോലെ ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റികളുണ്ട്, ഇന്റലിജൻസിന്റെ കേപ്പബിലിറ്റികളുണ്ട്, ലൊക്കേഷൻ കേപ്പബിലിറ്റി. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർന്ന്, പിന്നെ മിസൈൽ കേപ്പബിലിറ്റി, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ ഈ കേപ്പബിലിറ്റികളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഒറ്റയ്ക്ക് ഒരു ഏരിയയിൽ സ്ട്രോങ് ആയിട്ട് കാര്യമില്ല, എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. ഈ പാകിസ്ഥാനും ചൈനയുമായിട്ട് ഇതുപോലുള്ള ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻസ് ഒത്തിരി അവർ നടക്കുന്നുണ്ട്, ഒത്തിരി ട്രയൽസ് അവർ നടത്തുന്നുണ്ട്.
അതുകൊണ്ടാണ് അവരുടെ നേവിക്ക് അല്ലെങ്കിൽ അവരുടെ എസ്പെഷ്യലി അവരുടെ എയർഫോഴ്സിന് ചെറുതായിട്ടെങ്കിലും ഇന്ത്യയെ ഡാമേജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വി ഷുഡ് ഓൾസോ ഡു ദിസ് മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻസ്. നമ്മുടെ ഈ കേപ്പബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇനി നമുക്ക് മിസൈലുകളിലേക്ക് വരാം. മിസൈലുകളുടെ കേസിൽ നമുക്ക് അഗ്നി സീരീസ് ഉണ്ട്. ഇതിനകത്ത് ലേറ്റസ്റ്റ് വെർഷൻ അഗ്നി 5 ഇസ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. പാകിസ്ഥാന്റെ കയ്യിൽ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇല്ല. അവരുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു ഷഹീൻ മിസൈലാണ്. അതിന് 2700-3000 കിലോമീറ്റർ റേഞ്ചേ ഉള്ളൂ. പക്ഷെ നമ്മൾ അടുത്ത നെയ്ബേഴ്സ് ആയതുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ഒരു ICBM ഒന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ബ്രഹ്മോസ് ഉണ്ട്, വിച്ച് ഇസ് എ സൂപ്പർസോണിക് മിസൈൽ. അപ്പൊ ഈ മിസൈൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാം. ബ്രഹ്മോസിന്റെ എതിരെ ഒരു ഉത്തരവും പാകിസ്ഥാനില്ല. നമ്മൾ അവരുടെ നൂർഖാൻ ബേസും എല്ലാം കുളമാക്കി ഇട്ടുകൊടുത്തു. എന്തുകൊണ്ട്? അവർക്കുമുണ്ട് ഫത്ത മിസൈൽ. ഫത്ത മിസൈലിനെ ഒരെണ്ണത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ററപ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ഓപ്പറേഷൻ. അതുപോലെ അവർക്ക് വേറെയും ബാബർ എന്ന് പറയുന്ന മിസൈലുകളുണ്ട്. ബട്ട് മിസൈൽ കേപ്പബിലിറ്റി ഓവറോൾ നമ്മുടെ മിസൈലാണ് ബെറ്റർ. കാരണം നമുക്ക് ഈ ഇടയ്ക്ക് നമ്മൾ K4 സാഗരിക മിസൈലിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു. ഇറ്റ് ഈസ് എ സബ്മറൈൻ ലോഞ്ച്ഡ് മിസൈൽ. അപ്പൊ സബ്മറൈനിൽ കൂടെ നമുക്ക് ബാലിസ്റ്റിക് മിസൈൽ വിടാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇന്ത്യ ഒരു ന്യൂക്ലിയർ ട്രയാഡാണ്. ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകാശത്തു നിന്നും ലാൻഡിൽ നിന്നും വെള്ളത്തിൽ നിന്നും നമുക്ക് ന്യൂക്ലിയർ വെപ്പൺ അടിക്കാൻ പറ്റും. അവർക്ക് ഈ കേപ്പബിലിറ്റി ഇല്ല. പാകിസ്ഥാന് സബ്മറൈനിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഇല്ല. അവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മളെ പാകിസ്ഥാൻ ഇപ്പം ന്യൂക്ക് ചെയ്താൽ തന്നെ നമ്മൾ അവർ എതിരെ ഉറപ്പായിട്ട് തിരിച്ചടിച്ചിരിക്കും. സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി നമുക്ക് കൂടുതലാണ്. നമ്മൾ തിരിച്ചടിക്കുമ്പോൾ അടി എങ്ങനെ ആയിരിക്കും? മാസീവ് റിറ്റാലിയേഷൻ. പിന്നെ പാകിസ്ഥാന്റെ പൊടി പോലും ഉണ്ടാവില്ല. അപ്പൊ പാകിസ്ഥാൻ ന്യൂക്ലിയർ ബ്ലഫ് ഇന്ത്യയോടെ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം. കാരണം നമുക്ക് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉണ്ട്, നമുക്ക് എയർക്രാഫ്റ്റ് കാരിയറുകളുണ്ട്. പാകിസ്ഥാൻ അതില്ല. അപ്പൊ നേവലി വി ആർ മച്ച് മോർ സുപ്രീം പാകിസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ. എയർ കേപ്പബിലിറ്റിയിൽ അവരൊരു പിയർ കോമ്പറ്റീറ്റർ അല്ലെങ്കിലും അവർ പലപ്പോഴും നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ചില ത്രെറ്റ്സ് ഉണ്ട്. അവർ 5th ജനറേഷൻ ആയാൽ നമുക്കത് ഇല്ലാതിരുന്നാൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ത്രെറ്റ്. എയർ ഡിഫൻസിന്റെ കേസിൽ നമ്മളാണ് ബെറ്റർ. മിസൈലുകളുടെ കേസിലും നമ്മളാണ് ബെറ്റർ. അവർക്കൊരു മിസൈലുണ്ട്, അബാബീൽ മിസൈൽ. ഈ അബാബീൽ മിസൈലിന് MIRV കേപ്പബിലിറ്റി ഉണ്ട്. അതായത് ഒരു മിസൈൽ വന്നിട്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മിസൈൽസ് വരുന്ന ഒരു പ്രതീതി ഉണ്ടാവും ഒറ്റ വാർ ഹെഡിൽ നിന്ന്. അങ്ങനെ വരുമ്പോൾ അതിനെ ട്രാക്ക് ചെയ്യാൻ നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിന് പാടായിരിക്കും. അവിടെയും വി ഹാവ് സർട്ടൻ ഇഷ്യൂസ്. പക്ഷെ നമുക്ക് അവരെ അടിക്കാനും നമ്മുടെ കയ്യിൽ MIRV ഉണ്ട്. നമ്മുടെ അഗ്നി 5 എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ MIRV കേപ്പബിൾ. ഓക്കെ, പിന്നെ നമ്മുടെ പിനാക്ക മിസൈൽസ് ഉണ്ട്. ഈ മിസൈൽസ് എല്ലാം വി ആർ ഫാർ സുപ്പീരിയർ. ഓക്കെ, ഇനി യുദ്ധം നടക്കുമ്പോൾ ഇതിനകത്തുള്ള ഒരു ബാഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും അവിടെ യുദ്ധം നടക്കുമ്പോൾ ചൈന അതിന്റെ ഏതെങ്കിലും സെക്ടർ ആക്റ്റീവ് ആക്കിയാൽ then we will be in a two-front war. അത് ഇന്ത്യക്ക് ത്രെട്ടാണ്. കാരണം ചൈന വേണമെങ്കിൽ അരുണാചൽ പ്രദേശിന്റെ ഈസ്റ്റേൺ സെക്ടർ ആക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ അക്സൈ ചിൻ റീജിയൻ വരുന്ന വെസ്റ്റേൺ സെക്ടർ. യുദ്ധമൊന്നും വേണ്ട, കുറെ ചൈനീസ് പട്ടാളക്കാരെ അങ്ങോട്ട് വിടാം. വിടുമ്പോൾ തന്നെ നമ്മുടെ ആർമിയുടെ കോൺസെൻട്രേഷൻ കുറച്ച് മാറാം. ഇത് നമുക്കൊരു ത്രെട്ടാണ്, ടു ഫ്രണ്ട് വാർ. ഇനി പോട്ടെ, ബംഗ്ലാദേശുമായിട്ട് നമ്മുടെ ബോർഡറും അത്രയ്ക്ക് സേഫ് അല്ലേ. അവിടെ ചൈനീസ് ഇൻഫ്ലുവൻസ് പാകിസ്ഥാൻ ഇൻഫ്ലുവൻസ് കൂടുകയാണ്. അവിടേക്ക് ഇപ്പോൾ ഒരു മൂവ്മെന്റ് ഉണ്ടായാലും ഇന്ത്യ വിൽ ബി ഇൻ എ 3 ഫ്രണ്ട് വാർ. അപ്പൊ ഇന്ത്യ ഷുഡ് ബി വെരി പ്രിപ്പയർഡ്. നമ്മുടെ ഫോഴ്സുകളെ വലിയ സൈസിനെക്കാട്ടി ഉപരി മൊബൈലായിട്ട് അജൈലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നിൽക്കണം. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? മൊബിലൈസേഷൻ നടത്താൻ പറ്റും. അപ്പൊ ഈ ആംഗിളുകളെല്ലാം ചിന്തിക്കണം നമ്മളും പാകിസ്ഥാനുമായിട്ട് യുദ്ധം വരുമ്പോൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് എ റീഇൻഫോഴ്സ്ഡ് വാർ. നമ്മുടെ ചുറ്റും നമ്മൾ മാത്രമല്ല, പിന്നെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അണ്ടർ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഈയിടയ്ക്ക് ഒരു നരേന്ദ്രമോദിയെ കണ്ട സമയത്ത് പറയുന്നുണ്ട്, ഇന്ത്യയെ അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും, ബട്ട് ഐ ഡോണ്ട് ട്രസ്റ്റ് ദ പേഴ്സൺ. അപ്പൊ ഈ ഒരു യുദ്ധം നടന്നാൽ അമേരിക്ക ചിലപ്പോൾ പാകിസ്ഥാനെ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂട്രൽ ആയിരുന്നേക്കാം. ഓക്കെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു പരിധി കൂടുതൽ അടി കിട്ടുമ്പോൾ പാകിസ്ഥാന് വേണ്ടി ഡിഫൻസിന് ഇറങ്ങിയേക്കാം, ഇന്ത്യയുടെ യുദ്ധം നിർത്താൻ പറഞ്ഞേ. അപ്പൊ ഇന്ത്യ ഐസൊലേറ്റഡ് ആയ ഒരു അവസ്ഥയാണ്. ഒരേ ഒരു രാജ്യമാണ് കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കാണുന്നത്, ഇസ്രായേൽ. ഓക്കെ, അവർക്ക് അവരുടേതായ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റും ഉണ്ട് അതിനകത്ത്, വെറുതെ സഹായിക്കുന്നതല്ല. പിന്നെ യൂറോപ്പിലെ രാജ്യങ്ങൾ അവർ നമ്മളെ സഹായിക്കാൻ സഹായിച്ചിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വെപ്പൺ സപ്പോർട്ട് തരാം. ഈ ഇന്റലിജൻസ് സപ്പോർട്ടും ചൈന കൊടുക്കുന്ന പോലെ AI സപ്പോർട്ടും സൈബർ കേപ്പബിലിറ്റി സപ്പോർട്ടും ആയുധ സപ്പോർട്ടും ഒന്നും ഇന്ത്യക്ക് തരാൻ ആരുമില്ല. സോ നമുക്കുള്ള വഴി എന്താ? മാക്സിമം ഇൻഡിജീനിയസ് കപ്പാസിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, സ്ട്രോങ് ആകുക. അത് മിസൈൽ ടെക്നിക് ആണെങ്കിലും, എക്സ്പെഷ്യലി 2 സ്ഥലം ഞാൻ സ്ട്രെസ് ചെയ്യുന്നു, 3 സ്ഥലം ഞാൻ സ്ട്രെസ് ചെയ്യുന്നു. നമ്മുടെ ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റീസ്, നമ്മുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം, നമ്മുടെ ഡ്രോൺ സിസ്റ്റം, ഇത് ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക, മാക്സിമം നമ്പേഴ്സിൽ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് പാകിസ്ഥാനുമായിട്ടൊരു വാറിൽ നമുക്ക് അപ്പർ എഡ്ജ് കിട്ടും. അപ്പം ഞാനൊരു സ്റ്റിമുലേഷൻ തന്നതാണ്. ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും വി ഷുഡ് ഡെവലപ്പ് അവർ ഇൻഡിജീനിയസ്
കേപ്പബിലിറ്റീസ് മോർ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ഇൻഫർമേഷൻ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.